അച്ഛനവ എന്നോട് എപ്പോഴും പറയാം അമ്മേ തോണി ഉണ്ടാക്കി തരുമോ, എന്നിട്ട് നമുക്ക് നമ്മുടെ തോട്ടിൽ പോയിട്ട് ഒഴുക്കി വിടാന്ന്. തോണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മുടെ ബുക്കിൻ്റെ പേജ് കീറിയിട്ട് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് കാണുന്ന എല്ലാ വെള്ളത്തിലും ഇടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്തായാലും ഞാൻ തോറ്റില്ല. അങ്ങനെ തോണിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിത് നമ്മുടെ പറമ്പിൽ തന്നെ ഒഴുകുന്ന കുഞ്ഞ് തോടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഫസ്റ്റ് ഒരു തോണി ഇട്ട് ഇപ്പുറത്ത് നോക്കുമ്പോൾ എവിടെയാ കുടുങ്ങിപ്പോയതെന്നറിയില്ല, തോണി അങ്ങനെ ഒഴുകി കിട്ടുന്നത് കണ്ടില്ല. ലാസ്റ്റ് ഇതുപോലെ ഒന്നിട്ടപ്പോഴേക്കും വട്ടം കറങ്ങി ഒരു സുഖമില്ലാത്ത രീതിയിൽ ഒഴുകി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് തോണി ഒന്ന് ഒഴുക്കി വിടാന്ന്. സ്കൂളിൽ പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഈ ഒരു പ്രായത്തിലാണ് തോണിയല്ല ഇതുപോലെ ഒഴുക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. തോണി നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേവൂസിൻ്റെന്ന് വാങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ഒഴുക്കി വിട്ട്. പിന്നെ 2 പേരും കൂടി കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു കേട്ടോ. ഒന്നും പേടിക്കണ്ട, ഇവിടെ വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കല്ല് വെച്ച് എറിയുമ്പോഴത്തേക്കും എൻ്റെ മേത്തിലേക്ക് അങ്ങോട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് തെറിക്കുകയായിരുന്നു. എന്നാലും അവരുടെ ആഗ്രഹമല്ലേ, കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് അവരെ കളിക്കാൻ അങ്ങോട്ട് വിട്ടു കേട്ടോ. അച്ചുവിൻ്റെ ചെരുപ്പപ്പോഴേക്കും ഒഴുകി പോകാത്തത് ഭാഗ്യമുണ്ടായിരുന്നു. അപ്പുറത്ത് നോക്കുമ്പോഴേ ചക്കരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ വള്ളി. അകത്ത് ഒരു വള്ളി ഞാൻ എടുത്തു. കുറച്ച് ദിവസം മുന്നേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിലിങ്ങനെ നട്ട് വെച്ചിട്ടുള്ളത് അകത്ത് കേട്ടോ. അങ്ങനെ ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് വെള്ളത്തിലിട്ട് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ അമ്മായിൻ്റെ പറമ്പിൽ നിറച്ചും പേരയ്ക്ക ഉണ്ടായിരുന്നു. പിന്നൊന്നും നോക്കിയില്ല കേട്ടോ, കുറച്ച് പേരയ്ക്ക അങ്ങോട്ട് പറിക്കാമെന്ന് വിചാരിച്ച്. മഴയെല്ലാം പെയ്തിട്ട് ആകെ ചെളിപിളിയാണ് കേട്ടോ. എന്നാലും നമ്മൾ ആ പറമ്പിലോട്ട് ഇറങ്ങി 2-3 പേരയ്ക്കേ പറിച്ചുള്ളൂ. നിറച്ചും പേരയ്ക്ക ഉണ്ടായിരുന്നു, എല്ലാം പിഞ്ചായിരുന്നു കേട്ടോ. കിട്ടിയ പേരയ്ക്കയും പറിച്ച് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നല്ല കൂണുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ എന്ത് രസമാണെന്ന് നോക്കിക്കേ ആ കൂണ് പറിച്ച്. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ കൂണ് കറിയാണ് കേട്ടോ. കിട്ടിയിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ വള്ളി നേരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റാ.